ഹലോ മക്കളെ, ഇതാടെ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ നോക്കിക്കേ. അസേർഷൻ എന്താടാ പറയുന്നത്? ഇൻ കോമൻസാലിസം വൺ ഓർഗാനിസം ഇസ് ബെനിഫിറ്റഡ് ആൻഡ് ദി അതർ ഇസ് അൺഅഫക്റ്റഡ് എന്നാണല്ലേ പറയുന്നത്. അപ്പൊ നമ്മുടെ സ്പീഷീസ് 1 എടുക്കാം, നമ്മുടെ സ്പീഷീസ് 2 എടുക്കാം. സ്പീഷീസ് 1 എന്താണ്? അൺഅഫക്റ്റഡ് ആണ്. സ്പീഷീസ് 2 എന്ത് സംഭവിച്ചു? ഒരു ഗുണം ഉണ്ടാകുകയും ചെയ്തു, അല്ലെങ്കിൽ ദേ ഗോട്ട് ബെനിഫിറ്റഡ് ഫ്രം ദി അതർ വൺ, റൈറ്റ്? അപ്പൊ ഇങ്ങനെ വരുന്ന ഒരു കണ്ടീഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമൻസാലിസം എന്ന് പറയുന്നത് വൺ ഓർഗാനിസം ഇസ് ബെനിഫിറ്റഡ് ആൻഡ് ദി അതർ ഇസ് അൺഅഫക്റ്റഡ്. ഇതിന്റെ എക്സാമ്പിൾ നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു മരത്തിൽ, ഒരു ട്രീയിൽ ഒരു ബേർഡ് നെസ്റ്റ് ചെയ്ത്, അല്ലെ? ഇപ്പൊ ഒരു ട്രീയിൽ ഒരു ബേർഡ് നെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ട്രീ എന്തെങ്കിലും ദോഷമുണ്ടോ? ആ ട്രീക്ക് ഒരു ദോഷമായിട്ട് വരുന്നില്ല. പക്ഷെ ബേർഡിന് എന്താണ്? ഗുണമാണ്, അല്ലെ? അവർക്ക് ഷെൽട്ടർ ആണ് അവിടെ കിട്ടുന്നത്. ഷെൽട്ടർ മാത്രമാണോ ആ ട്രീസിലുള്ള ഫ്രൂട്ട്സോ അല്ലെങ്കിൽ അതിനുള്ള എന്താ പറയാ, ഈ ഇൻസെക്ട്സിനെയൊക്കെ നമ്മുടെ ബേർഡ്സിന് കഴിക്കാനും പറ്റും. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ദർ? നമ്മുടെ ബേർഡ്സിന് ഗുഡാണ് നടക്കുന്നത്. നമ്മുടെ ട്രീക്ക് എന്തെങ്കിലും അഫക്റ്റഡ് ആവുന്നുണ്ടോ? ഒരു നെസ്റ്റ് അവിടെ ഇരിക്കണം വെച്ചാൽ എന്തെങ്കിലും അഫക്ഷൻ ഉണ്ടോ? അല്ല, ഒരു പ്രശ്നവും വരുന്നില്ല. അപ്പൊ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഓഫ് കോമൻസാലിസം ആണ് ഞാൻ ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. റീസൺ എന്താണെന്ന് നോക്കിയ മക്കളെ, കാറ്റിലിഗ്രേറ്റ് ബേർഡ് ആൻഡ് കാറ്റിൽ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് കോമൻസാലിസം. കാറ്റിലിഗ്രേറ്റ് ബേർഡ് വെച്ചാൽ നമ്മുടെ പശുവിന്റെ ഒക്കെ മേളിൽ നമ്മൾ പാടത്തൊക്കെ കണ്ടിട്ടില്ലേ? പശുവിന്റെ ഒക്കെ മേളിൽ കൊക്ക് പോലത്തെ സാധനം വന്നിരിക്കും, അല്ലെ? അപ്പം അത് വന്നിരിക്കുന്നതുകൊണ്ട് നമ്മുടെ പശുവിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. മറിച്ച് ഈ ബേർഡ്സിന് ഫുഡാണ് കിട്ടുന്നത് കേട്ടോ. ഈ എന്താ പറയാ, നമ്മുടെ പശുവിന്റെ ഒക്കെ മേളിലുള്ള കാറ്റൽസിൽ ഒരു എഗ്രറ്റ് ഉണ്ട് കേട്ടോ. എഗ്രറ്റ് എന്ന് പറഞ്ഞൊരു കുഞ്ഞ് ജീവിയുണ്ട്. അതിനെ ഈ ബേർഡ്സ് കഴിച്ചോളും. അപ്പൊ എന്താ, ഇവർക്ക് കാറ്റലിന് അഫക്റ്റ് ആവുന്നുണ്ടോ? ഇല്ല. ബേർഡിന് ഗുണമാവുന്നുണ്ട്, അല്ലെ? അപ്പൊ നോക്കിയേ, ഈ പറയുന്ന റീസൺ എന്ന് പറയുന്നത് കറക്റ്റ് അല്ലേ? കോമൻസാലിസത്തിന്റെ എക്സാമ്പിൾ ആണ്. കോമൻസാലിസത്തിന്റെ ഡെഫിനിഷനും കറക്റ്റ് ആണ്. അപ്പൊ നോക്കിയേ മക്കളെ, ഇവിടെ നമ്മുടെ ഒരു എക്സാമ്പിളിനെ, ഒരു അസേർഷന്റെ എക്സ്പ്ലനേഷൻ ആണെന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഈ കണ്ടീഷനിൽ നമുക്ക് എക്സാമ്പിളിന്റെ അസേർഷന്റെ എക്സ്പ്ലനേഷൻ ആണെന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ. അപ്പൊ ഇവിടെ ആൻസർ എന്തായിട്ടാ മക്കളെ വരുന്നത്? ആൻസർ നമ്മുടെ ഓപ്ഷൻ ബി അല്ലേടാ വരുന്നത്. അസേർഷൻ ശരിയാണ്, റീസണും ശരിയാണ്. ബട്ട് reason is not the correct explanation of assertion എന്നാണ് കേട്ടോ. So I hope you all understood this. Okay, bye.